വേഷങ്ങൾ നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ വരുന്നുണ്ട്. അല്ല, ബൈജുവിന് കുറച്ചുകൂടെ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടി. അപ്പൊ ഈ റേഞ്ച് കുറച്ച് ഉണ്ടായിരുന്നില്ല. അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. ഉണ്ട്. അത് മോഹൻലാലിനൂടെ കുറച്ച് സിനിമകൾ ചെയ്തില്ലേ? ഇല്ല, അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. ഒരു 10 സിനിമ ചെയ്തതാണ്. ചെയ്തു. മമ്മൂട്ടിയുടെ കൂടെ അത് ഇതുപോലെ ഒരു 10 സിനിമയ്ക്ക് അകത്തേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത് ആരുടെ കൂടെയാ? ഈ കാര്യം നമ്പർ കൂടുതലാണല്ലോ. അല്ല, അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് മുകേഷ്, ജഗദീഷ്, അവരുടെ കൂടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. ഈ കൂട്ടക്കളിയിലുണ്ടായിരുന്നു. കൂട്ടക്കളിയിൽ കുറച്ചു കാലം ഉണ്ട്. ഇപ്പൊ കൂട്ടക്കളിയില്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മോഹൻലാൽ സിനിമ പകരം 5 പേരടങ്ങുന്ന ഒരു കൂട്ടക്കളി അല്ലേ? അതൊരു എനിക്കൊന്ന് 10 കൊല്ലം പോയി. ഒരു 10 വർഷം പോയി. കാരണം എനിക്കൊന്ന് ജഗദീഷിന്റെ സിനിമ കത്തി നിൽക്കുന്ന ഒരു കാലമായിരുന്നു ഇങ്ങനെയൊക്കെ. 1990-ൽ ഇറങ്ങിയ കോട്ടയം കുഞ്ചൻ അല്ലേ? കോട്ടയം കുഞ്ചിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. 2020-ൽ ഇറങ്ങിയ ഷൈലോക്ക് എന്ന ചിത്രത്തിന്റെയും ഫോട്ടോസ് ആണിത്. കുറിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ബൈജു ചേട്ടന് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സൗന്ദര്യമുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടാ ആരാണ് തോന്നിയിരുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. 2020-ല് എങ്ങനെ ഇരിക്കുന്നു, 90-ല് എനിക്ക് തോന്നുന്നു ബൈജുവിന്റെ ഡയലോഗ് എക്സാക്ട്ലി അടിക്കേണ്ട സ്ഥലത്ത് ഒരു മര്യാദ വേണ്ടേ? ഈ ചോദ്യത്തിനൊക്കെ ഒരു മര്യാദ ഉണ്ട് അല്ലേ? കറക്റ്റ്. മമ്മൂക്ക എങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് പുള്ളിയെ ബീറ്റ് ചെയ്യാൻ ആരുമില്ല. ഇല്ല, മാത്രമല്ല അത്ര അധ്വാനിക്കുന്നുണ്ട്. ഒരുവിധം മനുഷ്യർക്ക് പറ്റുമോ രാവിലെ 4 മണിക്ക് എണീറ്റ് 2-3 മണിക്കൂറാണ് ചെലവാക്കുന്നത്. വളരെ കുറച്ച് ആഹാരം കഴിക്കും. ആഹാരം കഴിക്കുന്ന ആവശ്യത്തിന് മാത്രം. അല്ല, ഞങ്ങൾ ഒരിക്കലും ഒരു മരണ വീട്ടിലേ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എവിടെയോ പഠിച്ച ഒരു സഹോദരി വന്നു, ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി വന്ന് ക്ലാസ്മേറ്റാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇദ്ദേഹത്തെ അറിയാൻ നോക്കിപ്പോവും. കാരണം ആ അമ്മച്ചി അത്രയും പ്രായമായി. അല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പൊ മമ്മൂക്ക എന്ന് പറഞ്ഞ ആള് സിനിമ ഒന്നില്ലായിരുന്നു ചിലപ്പോൾ അതുപോലെ ഇരുന്നേനെ. ചിലപ്പോൾ സിനിമയായിരിക്കും അങ്ങനെ ആക്കിയത്. സിനിമയിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ ഗ്ലാമർ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ആവശ്യമല്ല, അത് അത്യാവശ്യമാണ്. ഈ ബോഡി ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ മുഖസൗന്ദര്യം അപ്പടി തന്നെ ഒറിജിനലായിട്ട് സൂക്ഷിക്കാനും ബൈജുവിന്റെ പ്രിക്കോഷൻ എന്താ? നമുക്ക് എടുക്കുന്ന അധ്വാനം ബൈജു എടുക്കുന്നത് എനിക്ക് എന്റെ ആവശ്യമില്ല. ഇല്ല, ജിമ്മ്, കുതിര സവാരി, ജിമ്മ്, ഷട്ടിൽ കളിക്കും. പിന്നെ ജിമ്മുണ്ട്. കാരണം വേറെ ഒന്നിനുമല്ല, ഉള്ള മസിൽ സ്ട്രോങ് ആക്കി വെക്കുക. അല്ലാതെ ഇങ്ങനെ പെരുക്കി ഇങ്ങനെ പെരിപ്പിക്കാനല്ല. ഉള്ള മസിൽ ഉണ്ടല്ലോ, പാക്കുണ്ട്. അത് എക്സ്ട്രാ എടുക്കണം.